ഇറച്ചിയും മീനും കഴിച്ചാൽ യൂറിക് ആസിഡ് വരത്തില്ല. പക്ഷേ ഇറച്ചിയും മീനും കൂടുതലായി അധികമായി പോകുന്ന സിറ്റുവേഷൻ, പ്രത്യേകിച്ച് റെഡ് മീറ്റ് അധികമാവുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ വരികയും നമ്മുടെ ശരീരത്തിൽ ബാക്കി പോഷകങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾസും മിനറൽസും ഒന്നും നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ. പിന്നെ അതുപോലെ തന്നെയാണ് ജിമ്മന്മാർ കഴിക്കുന്നത് പോലെ ജിമ്മിൽ പോയവർ നല്ല വൃത്തിയായിട്ട് വർക്കൗട്ട് ചെയ്ത് അവരാ കഴിക്കുന്ന ഭക്ഷണത്തെ അവരുടെ മസ്കുലർ ലെവലിലേക്ക് കൺവേർഷൻ വരുത്തുന്നുണ്ട്. അത് ചെയ്യാതെ അവർ കഴിക്കുന്ന ഒപ്പം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും ഭക്ഷണം ഇറച്ചിയും മീനിൻ്റെ രൂപത്തിൽ കഴിക്കുന്ന ആളുകൾക്കാണ് ഈ യൂറിക് ആസിഡ് വരുന്നത്. അതായത് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ റെഡ് മീറ്റ് പോലുള്ള, റെഡ് മീറ്റ് ചിലപ്പോൾ ലെൻറ്റിൽസും ഒക്കെ അതിൽ നിന്നൊക്കെയുള്ള പ്യൂരിൻ എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് നമ്മുടെ കിഡ്നിയിൽ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും ശരീരത്തിൻ്റെ ജോയിൻറ്റുകളിലൊക്കെ പെയിൻ, പ്രത്യേകിച്ച് ഉപ്പൂറ്റിയിൽ പെയിൻ വരുന്ന, രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ഉപ്പൂറ്റി നിലത്തൂത്തുമ്പം പെയിൻ ഉണ്ടാകുക എന്നുള്ളത് അതിൻ്റെ ഒരു സിംറ്റമാണ്. അപ്പോൾ ഇത്തരം ചലഞ്ചസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാരോഗ്യകരമായ ശൈലിയാണ്. അതായത് ഇപ്പം നമുക്കിതെല്ലാം അഫോർഡബിളാണ്. പഴയ കാലത്ത് ഇത്രയ്ക്ക് അഫോർഡബിൾ അല്ലായിരുന്നു ഭക്ഷണം, പ്രത്യേകിച്ച് റെഡ് മീറ്റ് പോലുള്ളവ. ആടിൻ്റെ മാംസമാവട്ടെ, കാളയുടെയോ പോത്തിൻ്റെയോ ഒക്കെ ആവട്ടെ, ഇതെല്ലാം ഇത്രയും അവൈലബിലിറ്റി ഇല്ലായിരുന്നു. ഇന്നിത് കൊമേഴ്സ്യലായിട്ട് നന്നായിട്ട് അവൈലബിളുമാണ്, ആളുകൾക്ക് ഇത് വാങ്ങി കഴിക്കാനായിട്ടുള്ള ശേഷിയുമുണ്ട്. അപ്പം അവിടെ നമ്മളുടെ ചോയ്സാണ് ഇൻ്റലിജൻസ്.